അല്ലു അർജുന്റെ അഭിഭാഷകന് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. This is an illegal arrest, illegal detention. We will take legal steps. Yes, he has been released. High Court order is very specific that forthwith the moment you receive the order, you have to release an essay. Despite clear order, they did not release. Now they have to answer. ശ്രീധരൻ തുടർന്നു എന്ന് കരുതുന്നു. അഭിഭാഷകന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ താരാരാധന വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൈവിട്ട രീതിയിലേക്ക് ആരാധകർ പോകുമോ എന്നൊരു ഭയവും സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഈ കോടതിക്ക് തന്നെ അത്തരത്തിലൊരു ഭയം ഒരുപക്ഷെ അല്ലെങ്കിൽ ആശങ്ക ഉണ്ടായിരുന്നു എന്ന് വേണം സംശയിക്കാൻ. ഇപ്പോൾ ഈ അഭിഭാഷകന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അതായത് എപ്പോഴാണോ ഈ ഇടക്കാല ജാമ്യ ഉത്തരവ് ജയിലിൽ ലഭിക്കുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യണം എന്നുള്ള ഒരു വരി എഴുതിയിട്ടുണ്ട് എന്നാണ് അഭിഭാഷകൻ പറയുന്നത്. അതിന്റെ അർത്ഥം തന്നെ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ നേരം അദ്ദേഹം അവിടെയൊക്കെ തുടരുന്ന ഒരു സ്ഥിതിയൊക്കെ വന്നാൽ ഒരുപക്ഷെ ആരാധകരെ നിയന്ത്രിക്കാനാവാത്ത സ്ഥിതിയൊക്കെ വന്നേക്കാം. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇക്കാര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള കോടതിയിൽ കാര്യം ചോദ്യം ചെയ്യുമെന്ന് അഭിഭാഷകൻ പറയുന്നുണ്ട്. അതായത് ഇന്നലെ എപ്പോൾ ഈ ജാമ്യ ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചോ അപ്പോൾ അവരെ റിലീസ് ചെയ്യണം. പക്ഷെ ഇന്നലെ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന്, അല്ലു അർജുന്റെ അഭിഭാഷക സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രതികരണം. അതുകൊണ്ട് ഒരുപക്ഷെ അവർ കോടതിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. ഏതായാലും അല്ലു അർജുൻ 6:30 ഇപ്പൊ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. 6:30 കൂടിയാണ് അദ്ദേഹത്തെ റിലീസ് ചെയ്തത്. പിൻഗേറ്റ് വഴി, അതായത് സുരക്ഷാ കാരണങ്ങളാൽ പിൻഗേറ്റ് വഴി കൂടിയാണ്, SICA ഗേറ്റ് വഴി കൂടിയാണ് അദ്ദേഹത്തെ പുറത്തിറക്കിയത് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. ഏതായാലും അതിരാവിലെ തന്നെ കൂടുതൽ ആളുകൾ തടിച്ചുകൂടുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ ജയിൽ മോചിതനാക്കി വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയാണ് ജയിൽ അധികൃതരും തെലങ്കാന പോലീസും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.